ബോംബെ വാല എടുത്ത് വാനി കൊണ്ടിട്. നമ്മുടെ വെടിവെച്ചാൻ കോവിലുകാരനാ. പഞ്ചായത്ത് രോഗിയാണേ, ഉറുമ്പരിക്കാതെ നോക്കണം. വെൽ ഡൺ അമ്മാളുമേ. വെൽഡിംഗ് ഒന്നും വേണ്ടി വന്നില്ല സാർ. നാഭി നോക്കി ഒറ്റ ചവിട്ട് താഴെ വീണു. ദൈവമേ, ഒന്ന് വേഗം വരുന്നേ. എത്ര മാസങ്ങളായി നമ്മൾ ഒരുമിച്ചിങ്ങനെ മുറിയിൽ കഴിഞ്ഞിട്ട്. അല്ല, മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടല്ലോ. പിന്നെ എന്നും ഇങ്ങനെ കാക്കിത്തൊപ്പിയും വെച്ച് നടന്നാ മതിയോ? ലത കോർത്തു തന്നതാണ്. നമ്മുടെ മുല്ല ഇത്തവണയും നിറയെ പൂത്തു. നല്ല മണം. ഹലോ, ഗീത ഹിയർ. കുറിപ്പെടുപ്പാ ജീപ്പ് ഇങ്ങോട്ട് അയച്ചേക്ക്. ഞാൻ റെഡി. സോറി വേണോട്ടാ. ഈ SI ഉദ്യോഗം പുരുഷന്മാർക്ക് മാത്രം മതിയായിരുന്നു. ആരാത്? പേരെന്താ? RK പ്രകാശ്. വൈഫിന്റെ പേര്? ഹേമലത. കൗണ്ടറിലെ രജിസ്റ്ററിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് രാമേന്ദ്രൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. കുട്ടിയുടെ വിവാഹം എന്നാ നടന്നത്? മനസ്സുകൊണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ബാക്കി കാര്യങ്ങൾ മനസ്സുകൊണ്ട് മതിയായിരുന്നല്ലോ. ഈ ഹോട്ടൽ മുറിയുടെ ആവശ്യം? നാളെ ഞങ്ങൾ വിവാഹിതരാകുകയാണ്. മിസ്റ്റർ പ്രകാശ്, ഈ കല്യാണത്തിന്റെ സാക്ഷികൾ ഞങ്ങളാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഞങ്ങൾക്ക് കൂടുതൽ ജോലി ഉണ്ടാക്കി വയ്ക്കരുത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയവനാണ് RK ദാസ്. ഞാൻ പറയുന്നത് നിർത്തണ. വെട്ടിൽ വീണതാണത്രേ. വെട്ടിൽ വീണാൽ രക്ഷപ്പെടാൻ പഠിക്കണം. ആ ചുറ്റുപാടിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി. മിനിസ്റ്ററുടെ മകളെയാണ് നിനക്ക് വേണ്ടി ഞാൻ ഫിക്സ് ചെയ്തത്. ഞാൻ അയാളോട് സമാധാനം പറയും. അവളെ ഉപേക്ഷിച്ചല്ലാതെ മേലിൽ ഇവിടെ വരരുത്. ഇതെല്ലാം എന്താണ്? ഞാൻ ഉണ്ടാക്കിയതാണ്. എന്റേത് മാത്രം. ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നോ അതോ തെരുവിലിറങ്ങി തെണ്ടുന്നോ? ചേട്ടാ, ഒരു കാര്യം ചെയ്യൂ അമ്മാളോ. ഉറുപ്പിനോട് സിക്ക് ഫോൺ ചെയ്ത് പറയാൻ പറ. ഓക്കെ, ഇതെടുത്ത് കുടിക്ക്. കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. പെട്ടെന്നുണ്ടായതാണ് ഈ കാര്യം. ദുബായില് അച്ഛന്റെ കൂടെയാണ് ജോലി. ഒരു മാസത്തെ ലീവിനാ ഞങ്ങൾ രണ്ടുപേരും വന്നത്. സാറിനെ പോലെ സ്വന്തക്കാരും പരാതിയിലാണ്. എനിക്ക് പരാതിയില്ല. നിങ്ങൾ എന്നെ കാണാൻ വന്നല്ലോ, അത് മതി. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്, സാറിനെ വന്ന് കാണണമെന്ന്. അമ്മ ഇവിടെ പോയി? അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കുക ഊട്ടിയില്. അപ്പൊ നിങ്ങളെന്താ പോവാതിരുന്നത്? അച്ഛന്റെ അമ്മയുടെ കൂടെ നടന്ന് മധുവിധം ആവശ്യിക്കുന്നത് മര്യാദയാണ്. ഒന്നും മിണ്ടാതിരി. സുരേഷ് ആള് കൊള്ളാലോ. സാറിന്റെ മുമ്പിൽ സത്യം പറയാൻ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് ശരിയാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. 1-2 വീടുകളിലൂടെ പോവാനുണ്ട്.
അങ്ങനെ ആവട്ടെ. ഓക്കെ വരട്ടെ. ഉം. ഡ്രസ് മാറുന്നില്ലേ? ഒന്ന് പുറത്തു പോണം. എന്തിനാ? ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ആദായ. നാളെ വെളുപ്പിന് നമ്മൾ പോണ്ടതല്ലേ, ഇന്നേ വാങ്ങിച്ചു വെച്ചേക്കാം. ആ, മുല്ലപ്പൂ ഇട്ടാണ് വാങ്ങിച്ചോ? പൊട്ട് മതി കേട്ടോ. ഓക്കെ ഡാർലിംഗ്. ആ, വേഗം വരില്ലേ? ഉടനെ വരാം. ആ, എന്താ ഒന്നും വാങ്ങിച്ചില്ലേ? അത് ഞാൻ പേഴ്സ് എടുക്കാൻ വരട്ടെ. ശ്ശോ, ഇങ്ങനെ മറങ്ങിയൊരു മനുഷ്യൻ. മനസ്സിലായി? വിവാഹം എന്നെ അറിയിച്ചില്ലല്ലോ. പ്ലീസ്, സണ്ണി വേഗം പോകൂ. അദ്ദേഹം ഇപ്പൊ വരും. ഓ ഞാൻ പോയേക്കാം. ഗുഡ് നൈറ്റ്. എന്ത് പറ്റി? നിങ്ങൾ നല്ല പാർട്ടികളാണല്ലോ. പിന്നീട് എന്നെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നത്? ഓഹരികളൊക്കെ വാങ്ങിച്ചോ? അതെല്ലാം വേണ്ടെന്ന് വെച്ചു. എന്തെങ്കിലും ഒതുങ്ങി നിൽക്കുന്നത്? നാണിച്ചിട്ടോ കുറ്റബോധം കൊണ്ടോ? രണ്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തു വാ. മുമ്പോട്ട് നീ. ഹായ്. കൊള്ളാം. ഇതെത്രയാ? എന്നോട് 7 എന്നല്ലേ പറഞ്ഞത്? വെറുതെ തർക്കിച്ച് വഴക്കിടണ്ട. 7 കഴിഞ്ഞാൽ 8 തന്നെയാ. നിങ്ങൾ അങ്ങോട്ട് പോന്നു? ഡോക്ടർ പറഞ്ഞിട്ട് വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഞങ്ങൾ സാറിനെ കാണാൻ ഒരു ദിവസം അങ്ങോട്ട് വരുന്നു. വരുമ്പോ കൂടെ ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കണം. വരട്ടെ. ശരി.